പാകിസ്ഥാൻ പ്രസിഡന്റായി അസഫ് അലി സർദാരി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തിന്റെ 14ാമത് പ്രസിഡന്റാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവായ അസഫ് അലി സർദാരി. PPP-യുടെയും PMLN-ന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു സർദാരി. സർദാരിക്ക് 255 വോട്ടും എതിരാളി സുന്നി ഇത്തിഹാദ് കൗൺസിൽ സ്ഥാനാർത്ഥി മഹ്മൂദ് ഖാന് 119 വോട്ടും ലഭിച്ചു. പോർച്ചുഗലിൽ പൊതു തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. 230 അംഗങ്ങളെയാണ് ദേശീയ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. 8 വർഷത്തെ സോഷ്യലിസ്റ്റ് ഭരണത്തിന് അറുതി വരുത്തുമെന്ന് കരുതുന്ന തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. പാകിസ്ഥാനിലെ പെഷവാറിൽ ബോംബ് സ്ഫോടനം. സംഭവത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് സ്ഫോടനമുണ്ടായതെന്നും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതായും പോലീസ് അറിയിച്ചു. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകുമാർ ദഹാൽ തന്റെ 3ാമത്തെ വിശ്വാസ വോട്ട് ഈ മാസം 13-ന് നടത്തും. സഖ്യത്തിലെ മാറ്റത്തിനിടയിലെ അദ്ദേഹത്തിന്റെ 3ാമത്തെ വിശ്വാസ വോട്ടെടുപ്പാണിത്. പാർലമെന്റ് പാർട്ടി യോഗത്തിലാണ് പ്രധാനമന്ത്രി വിശ്വാസ വോട്ടെടുപ്പിനെ കുറിച്ച് അറിയിച്ചത്. വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയുടെ തീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളുമായി US സൈനിക കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടു. കടൽമാർഗം ഗാസയിലേക്ക് സഹായം എത്തിക്കാനായി US ഫ്ലോട്ടിംഗ് തുറമുഖം നിർമ്മിക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതിന് പിന്നാലെയാണിത്. 1000 സൈനികരുടെ സഹായത്തോടെയാണ് താൽക്കാലിക തുറമുഖ നിർമ്മാണമെന്നും ഇതിനായി 60 ദിവസം എടുക്കുമെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി.